കോഴിക്കോട് ജില്ലയിലെ LPG പമ്പുകളിൽ ഭൂരിഭാഗവും അടച്ചുപൂട്ടിയതോടെ ദുരിതത്തിലായിരിക്കുകയാണ് 2000-ലധികം വരുന്ന LPG ഓട്ടോ തൊഴിലാളികൾ. ഇന്ധനം നിറയ്ക്കുവാൻ കിലോമീറ്ററുകളോളം ഓട്ടോയുമായി യാത്ര ചെയ്യേണ്ട അവസ്ഥയാണ്. പ്രശ്നപരിഹാരത്തിനായി നവകേരള സദസ്സിൽ അടക്കം പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്ന് LPG ഓട്ടോ തൊഴിലാളികൾ പറയുന്നു. ിലധികം LPG ഓട്ടോകൾ കോഴിക്കോട് ജില്ലയിലുണ്ട്. എന്നാൽ ഇവർക്കാവശ്യമായ ഇന്ധനം ലഭ്യമാക്കാൻ പമ്പുകളില്ല. കോഴിക്കോട് നഗരത്തിലും ഉൾപ്രദേശങ്ങളിലുമായി 10ഓളം LPG പമ്പുകൾ പ്രവർത്തിച്ചിരുന്നു. എന്നാൽ നിലവിൽ ഇന്ധനം ലഭിക്കുന്നത് 1-2 പമ്പുകളിൽ നിന്ന് മാത്രം. 2 പമ്പും പൂട്ടിക്കിടക്കുന്ന അവസ്ഥയാണുള്ളത്. LPG പമ്പ് 2ഉം പൂട്ടിയ അവസരത്തിൽ ഇപ്പോൾ ഞങ്ങൾക്ക് ഗ്യാസ് കിട്ടണമെങ്കിൽ ഞങ്ങൾ ഒരു 30 കിലോമീറ്റർ പോകണം. അത് തന്നെ അവിടെ പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടിക്കോളണമെന്നില്ല. ചില അന്ന് റിപ്പയർ ആയിരിക്കും, ചില അന്ന് സ്റ്റോക്ക് ഉണ്ടാവില്ല. അധിക സമയവും LPG വണ്ടിക്കാർ വണ്ടി നിർത്തിയിടുകയാണ് ചെയ്യുന്നത്. ഇതിനുള്ള പ്രശ്നപരിഹാരത്തിന് ഞങ്ങൾ പലതവണ കളക്ടറേറ്റിലും നവകേരള സദസ്സിലും ഗവൺമെൻറ്റിന് പോകാൻ പറ്റുന്ന പല സ്ഥലത്തും ഗവൺമെൻറ്റുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടും ഞങ്ങൾക്ക് ഇന്ന് വരെ അത് തുറന്ന് പ്രവർത്തിക്കാനുള്ള ഒരു നടപടിയും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. കോഴിക്കോട് സരോവരത്തെ പമ്പ് 10 മാസത്തിലധികമായി പ്രവർത്തനരഹിതമായിട്ട്. നഗരത്തിലെ LPG ഓട്ടോ തൊഴിലാളികൾ ഇന്ധനം നിറയ്ക്കാൻ മാത്രമായി കിലോമീറ്ററുകൾ സഞ്ചരിക്കണം. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് തൊഴിലാളികൾ പറയുന്നു. കിട്ടുന്ന എമൗണ്ട് കംപ്ലീറ്റ് ഗ്യാസ് അടിക്കാൻ തന്നെ മാറ്റി വെക്കേണ്ട അവസ്ഥയാണ്. കാരണം വെച്ചാൽ ഇന്ന് പോയാൽ ചിലപ്പോൾ ഇന്ന് ഉണ്ടാവില്ല, നാളെ ലോഡ് വന്നാലുള്ള അടുത്ത ലോഡിൽ കിട്ടുക. അങ്ങനെ ലോഡ് കിട്ടാത്ത അവസ്ഥ വരുന്നതിനെ കൊണ്ട് നിലവിൽ പോകുന്ന ആൾക്കാരൊക്കെ ഫുൾ ടാങ്ക് ആക്കി അടിക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. അതായത് ഇവിടെ കൂടുതൽ പമ്പില്ലാത്തത് കാരണം പെർമിറ്റ് മാറ്റുന്നതിനുള്ള നടപടികൾ ലഘൂകരിക്കുക, അടച്ച പമ്പുകൾ തുറക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങളാണ് തൊഴിലാളികൾ മുന്നോട്ട് വെക്കുന്നത്. ദീർഘദൂര ഓട്ടോകൾ ഇപ്പോൾ എടുക്കാൻ തന്നെ പറ്റുന്നില്ല, സാധനം കിട്ടാനില്ല. ഇനി കിട്ടി അവിടെ പോയിട്ട് തിരിച്ചും കൂടെ എത്താനുള്ള ഇന്ധനവും ഇല്ല. അങ്ങനത്തെ പല ബുദ്ധിമുട്ടുകളാണ്. ഇതിപ്പോൾ അധികാരികളൊന്ന് ശ്രദ്ധിച്ച് വേണ്ട നടപടികൾ എടുത്ത് നമുക്കൊരു സൗകര്യം ചെയ്തു തരണമെന്ന് മാത്രം ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. അധികാരികളുടെ ഭാഗത്തു നിന്ന് അടിയന്തരമായി നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് കടക്കാനാണ് LPG ഓട്ടോ തൊഴിലാളികളുടെ തീരുമാനം. ന്യൂസ് മലയാളം, കോഴിക്കോട്.